ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിടക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് രണ്ടാം കെട്ടുകാരിയായ ജയന്തിയെ കല്യാണം കഴിക്കാനായി തീരുമാനിക്കുകയാണ്. നീതുവിന്റെയും ഹരീഷിന്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയാണ് സുഭാഷ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. തന്റെ വിവാഹം നടക്കാത്തത് കൊണ്ടാണ് ഹരീഷ് നീതുവിന്റെ കഴുത്തിൽ താലി കെട്ടാത്തതെന്ന് മനസ്സിലാക്കിയ സുഭാഷ് ബ്രോക്കറുമായി സംസാരിച്ച് ജയന്തിയെ കണ്ട് ആലോചന ഉറപ്പിക്കുകയായിരുന്നു. സുഭാഷിനെക്കാട്ടിലും 3 വയസ്സ് കൂടുതൽ ജയന്തിക്ക്. കിളിക്കൂട്ടിലുള്ള എല്ലാവരും ഇതിനെ എതിർക്കുന്നുവെങ്കിലും സുഭാഷ് ജയന്തിയെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നു. തുടർന്ന് എല്ലാവരും അതിന് സമ്മതിക്കുകയാണ്. വിവാഹ നിശ്ചയവും തീരുമാനിക്കുന്നു. നിധി സുധീഷിനെയും കൂട്ടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് സാധനങ്ങൾ എടുക്കുകയാണ്. സുധീഷ് കുറച്ച് ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെയായി നിധിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നിധി ഇത് വേണോ? എനിക്കിതൊന്നും വേണ്ടാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, എങ്കിൽ നമുക്ക് നൂഡിൽസ് വാങ്ങാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ നിധി പറയണ, അതൊന്നും വേണ്ട, ഇതെല്ലാം എവിടെ നിന്നാണോ എടുത്തോണ്ട് വന്നത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്ക്. പറയുന്നത് കേക്ക് സുധീഷ്, ഇവ കുറച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് അതെല്ലാമായി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധി വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം എടുക്കുകയാണ്. ഈ സമയം ഒരു പെൺകുട്ടിയെ അവിടേക്ക് വന്ന് എന്തോ അന്വേഷിക്കുന്നത് കൊണ്ട് സുധീഷ് ചോദിക്കുന്നു, എന്താ വേണ്ടത്? കാഷ്യൂ നട്ട്സ് നോക്കുകയായിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ, ദേ ഇവിടെയുണ്ട്, എത്ര വേണ്ടെന്നൊക്കെ ചോദിച്ച് സുധീഷ് അത് ആ പെൺകുട്ടിക്ക് എടുത്തു കൊടുക്കുകയാണ്. വേറെ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവിടെ വന്ന് പോകുന്നു. നിധി പറയുകയാണ്, ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലും ചോദിച്ചാ എടുത്തു കൊടുക്കാൻ എന്തൊരു ഉത്സാഹമാ, ഇവിടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ സുധീഷ് പറയണ, അതൊന്നുമല്ല, ഒരു സാമൂഹ്യ സേവനം. നിധി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഞാൻ ഒരു പെണ്ണിനോട് സംസാരിച്ചാൽ നിധിക്ക് എന്താ ദേഷ്യം? നിധി ഉറക്കെ ചോദിക്കുന്നത്, സുധീഷ് വരുന്നുണ്ടോ? ദാ വരുന്നു എന്ന് പറഞ്ഞ് ട്രോളിയുമായി സുധീഷ് പിന്നാലെ പോവുകയാണ്. നിധി പറയണ, സുധീഷ് ഞാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാം. വീട്ടിൽ പാത്രമൊക്കെ ഉണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, അതുപോരാ, കുറച്ചുകൂടി പാത്രങ്ങൾ വേണം. അങ്ങനെ നിധി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ, എന്റെ ഭാര്യയ്ക്ക് എന്താ ഉത്തരവാദിത്വം? അങ്ങനെ സുധീഷ് പറയുന്നു, നിധി എന്റെ ലിസ്റ്റ് തന്നു വിട്ടിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നല്ലോ, നിധി എന്തിനാ കഷ്ടപ്പെടുന്നത്? അപ്പൊ നിധി ചോദിക്കണം, ഇത്രയും വർഷം ആ വീട്ടിൽ താമസിച്ചിട്ട് തോന്നാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് വേണോ തോന്നാൻ? സുഭാഷേട്ടൻ പാവം ജോലിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. സുധീഷ് വീടിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കളറായി ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുക. വീട്ടിലേക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് സുധീഷിന് അറിയില്ലല്ലോ. ഇപ്പൊ എന്താ ഉത്തരവാദിത്വം? തുടർന്ന് സാധനങ്ങളെല്ലാം ബില്ലടിക്കാനായി കൊണ്ടുവരികയാണ് അവർ. നിധി പണം കൊടുക്കാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, വേണ്ട നിധി ഞാൻ കൊടുക്കാം. അപ്പൊ നിധി പറയണ, വേണ്ട സുധീഷ് ഞാൻ കൊടുക്കാം. നിധി കൊടുക്കണ്ടെന്ന് പറഞ്ഞ് സുധീഷ് പണം എടുത്ത് കൊടുക്കാനായി തുടങ്ങുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് നമ്മുടെ വീടിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ കൊടുക്കാം. പുഞ്ചിരിച്ച സുധീഷ് മനസ്സിൽ പറയണം, നമ്മുടെ വീട്. പെട്ടെന്ന് നിധി ശ്രദ്ധിക്കുകയാണ് അവിടെ ഇരിക്കുന്ന നൂഡിൽസ്. സുധീഷിന് ഇത് വേണോ? സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ, ചേട്ടാ ഇതും കൂടി എന്ന് പറഞ്ഞ് ബില്ലടിക്കാനായി കൊടുക്കുകയാണ് നിധി. സുധീഷ് സ്നേഹത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. തുടർന്ന് നിധി ചോദിക്കുന്നു, സുധീഷ് എന്തു പറ്റി? അപ്പൊ സുധീഷ് പറയണം, ഒന്നുമില്ല നിധി, എല്ലാം വാങ്ങിയില്ലേ? വാങ്ങിയെന്ന് നിധി പറയുമ്പോൾ പുഞ്ചിരിച്ച സുധീഷ് മനസ്സിൽ പറയണം, ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ എന്റെ ഭാര്യയായിട്ടങ്ങ് ജീവിക്കുക. അങ്ങനെ സുധീഷ് നിധിയെ സ്നേഹത്തോടു കൂടി തലോടാനായി വരുമ്പോൾ ഞെട്ടി നിധി ചോദിക്കുന്നു, എന്താ? അപ്പൊ സുധീഷ് പറയണം, നിധിയുടെ തലയിലെ പൊടി. തലയിലോന്ന് ചോദിച്ച് നിധി തലയിൽ കൈകൊണ്ട് തട്ടുമ്പോൾ സുധീഷ് പറയണം, പോയില്ല, ഞാൻ തട്ടിക്കളയാം. അങ്ങനെ സുധീഷ് നിധിയെ തലോടുകയാണ്. പോയോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, പോയി, ശരി നമുക്ക് പോകാന്ന് പറഞ്ഞ് നിധി സുധീഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, നിധി ഒരുപാട് സാധനങ്ങൾ വാങ്ങിയെന്ന് തോന്നുന്നല്ലോ? അപ്പൊ നിധി പറയണം, വാങ്ങി സുധീഷ്, സാലറി കിട്ടിയാൽ ഉടനെ വാങ്ങണമെന്ന് വിചാരിച്ചതാ. അത് മാത്രമല്ലല്ലോ, വീട്ടിലേക്ക് ഒരു പെണ്ണും കൂടി വരാൻ പോവുകയല്ലേ, അപ്പൊ നല്ല കുറച്ച് പാത്രങ്ങൾ വേണം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ അവർ അഡ്ജസ്റ്റ് ചെയ്യുമോ? നമ്മുടെ ഏട്ടത്തിയായി അവര് വരുമ്പോൾ വീട്ടിലെ സാധനങ്ങളും അടുക്കളയിലെ സാധനങ്ങളും എല്ലാം നന്നായിരിക്കുമ്പോഴല്ലേ അവർക്ക് ഒരു നല്ല ഫീല് കിട്ടും. അപ്പൊ സുധീഷ് പറയണ, പക്ഷേ എനിക്ക് ഈ കല്യാണം എന്തോ ട്രാപ്പ് പോലെയാ ഫീൽ ചെയ്യുന്നത്. എങ്ങനെയെന്ന് ശരിക്കും പറയാൻ പറ്റുന്നില്ല, പക്ഷെ എന്തോ തെറ്റായിട്ട് സംഭവിക്കാൻ പോവുകയാണെന്ന് തോന്നുക. നിധി ചോദിക്കുന്നു, സുധീഷ് ആ പെണ്ണിന്റെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ആദ്യം അന്വേഷിക്കുക, അടുത്തൊക്കെ പോയി ആ വീട് എങ്ങനാ, പെണ്ണിന്റെ സ്വഭാവം എങ്ങനാ, ഇതൊക്കെയൊന്ന് അന്വേഷിക്കുക. സാധാരണ നമ്മളല്ലേ പെണ്ണ് കാണാൻ പോയാൽ എല്ലാം അന്വേഷിക്കുന്നത്. ഇവിടെ സുഭാഷേട്ടനെല്ലാം അന്വേഷിച്ചു, പക്ഷെ നന്നായിട്ട് അന്വേഷിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഇത് സുഭാഷേട്ടന്റെ ജീവിതത്തിന്റെ കാര്യമല്ലേ, സുഭാഷേട്ടൻ എല്ലാവരെയും വിശ്വസിക്കും. നമ്മൾ വേണം ഇതെല്ലാം ചെയ്യാൻ, മറക്കാതെ അന്വേഷിക്കണം സുധീഷ്. അപ്പൊ സുധീഷ് പറയണ, ഉറപ്പായിട്ടും അന്വേഷിക്കാൻ നിധി, നമുക്ക് പോകാന്ന് പറഞ്ഞ് സുധീഷ് നിധിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് മനസ്സിൽ പറയുകയാണ്, നമ്മുടെ വീടെന്ന് പറയുന്നു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ അവർ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് പറയുന്നു. ഇവിടെ മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ. തുടർന്ന് നിധിയും സുധീഷും സാധനങ്ങളുമായി കയറി വരുന്നത് കണ്ട് സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ എത്ര കവർ ചെയ്തു? സാധനങ്ങളെല്ലാം അവിടേക്ക് വെച്ച് സുധീഷ് പറയണ, നിധി കിച്ചണിലേക്ക് വേണ്ട ഡപ്പ, പാത്രം, ഒരു കട തന്നെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണം, ഏത്? ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ അതൊക്കെ പാത്രമാണോന്ന്
എന്ന് സുഭാഷേട്ടന് തോന്നും. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുപോവുകയാണ്. സുഭാഷും നികേഷും പാത്രങ്ങളെല്ലാം എടുത്തു നോക്കുന്നു. ഈ ഡെപ്പയെല്ലാം പുതിയതാണ്, അതുകൊണ്ട് നന്നായി കഴുകണമെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണം, എന്തിനാ കഴുകുന്നത്? പുതിയതല്ലേ, ഉപയോഗിച്ചതല്ലോ. നിധി പറയണ, കഴുകാതെ ഉപയോഗിക്കാൻ പറ്റുമോ? കഴുക അങ്ങോട്ട് സുധീഷ്. സുധീഷ് മനസ്സിൽ പറയണം, അടുക്കളയിലേക്ക് വന്നാൽ ഉടനെ പാത്രം കഴുകാൻ തരും. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, സുധീഷേ ഇങ്ങിതാ ഞാൻ കഴുകാം. അപ്പൊ നിധി പറയണ, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, സുധീഷ് കഴുകും. സുധീഷ് ഈ പാത്രങ്ങളെല്ലാം കഴുകില്ലേ? ആ ഞാൻ കഴുകാന്ന് പറഞ്ഞ സുധീഷ് പാത്രം കഴുകുകയാണ്. നികേഷും സുഭാഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നു. ഒരുപാട് സാധനങ്ങൾ വാങ്ങിയല്ലോ മോളെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഇതൊക്കെ കുറച്ചേ ഉള്ളൂ സുഭാഷ് ഏട്ടാ, ഇനി വാങ്ങണം. ഇത് നിനക്കെന്ന് പറഞ്ഞ് നികേഷിന് ഒരു ചോക്ലേറ്റ് എടുത്തു കൊടുക്കുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു, ജോലി ചെയ്യുന്ന ഞാനും ചോക്ലേറ്റ് അവനും, ഇത് ശരിയാണോ നിധി? അപ്പൊ നിധി പറയണ, ചോക്ലേറ്റ് അവന് മാത്രമേ ഉള്ളൂ, സുധീഷ് ജോലി ചെയ്യാൻ നോക്ക്. ഇത് കേട്ട് സുധീഷ് പറയണ, ഇതെനിക്ക് വേണം. നികേഷ് നീ കഴിക്കടാ. തുടർന്ന് സുധീഷ് പറയുന്നു, നിധി ഇതെല്ലാം കഴുകിയിട്ടുണ്ട്. നിധി ടവൽ എടുത്ത് സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സുധീഷ് പറയണ, താങ്ക് യു നിധി, ഞാൻ കൈ ഷട്ടിൽ തുടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പൊ നിധി പറയണ, ഇത് കൈ തുടയ്ക്കാനല്ല, ആ പാത്രം എല്ലാം തുടച്ചു വെക്കാനാ. ഇതെല്ലാം ഇപ്പൊ തന്നെ എടുത്തു വെക്കേണ്ടതാ, ഒട്ടും വെള്ളമില്ലാതെ നന്നായി തുടയ്ക്ക്. സുഭാഷ് പറയുന്നു, ഇത് ഒരുപാടുണ്ടല്ലോ മോളെ, ഇനിയും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നിധി പറയണ, വീട്ടിലേക്ക് വേറൊരു പെണ്ണു കൂടി വരാൻ പോവുകയല്ലേ, അപ്പൊ കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളും വേണം. തുടർന്ന് നിധി പറയണ, താഴെയെല്ലാം ഒരുപാട് കവറുകൾ വീണു, സുധീഷ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ. ഇത് കേട്ട് സുഭാഷും നികേഷും ചിരിക്കുമ്പോൾ എന്റെ സമയം എന്ന് പറഞ്ഞ് സുധീഷ് അതൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ് കിച്ചൺ നിറച്ച് സാധനങ്ങൾ വാങ്ങിയല്ലോ, ഒരുപാട് ചിലവാക്കിയല്ലോ നീ. അപ്പൊ സുധീഷ് പറയണ, ഞാനല്ല സുഭാഷ് ഏട്ടാ, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിധി കേട്ടില്ല, നിധി തന്നെയല്ല വാങ്ങിയത്. സുഭാഷ് ചോദിക്കുന്നു, നിധി വാങ്ങിയെന്നോ? എന്തിനാ മോളെ ഇത്രയും ചിലവാക്കിയത്? അപ്പൊ നിധി പറയണ, ഇതിലെന്താ സുഭാഷ് ഏട്ടാ? സുധീഷ് പറയണ, നമ്മുടെ വീട്ടിലേക്ക് ചിലവാക്കണമെന്ന് നിധിക്ക് ഒരു ആഗ്രഹം, ഞാൻ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുത്തു. സുഭാഷ് ഏട്ടാ നിങ്ങൾ സംസാരിക്ക, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ ഏട്ടത്തിയെ കൊണ്ട് എല്ലാം ചിലവാക്കിയത് ശരിയായില്ല, നാണോ ഇല്ല സുധീഷ് ഏട്ടന്? ഇതിൽ എന്ത് നാണക്കേടാണെന്ന് സുധീഷ് ചോദിക്കും. ഹരീഷ് പറയണ, നമ്മുടെ വീട്ടിലേക്ക് സുധീഷ് ഏട്ടൻ വേണം ചിലവാക്കാൻ, ഏട്ടത്തി എന്തിനു ചിലവാക്കണം? ഇത് നിധിയുടെ വീടും കൂടെ അത് മറക്കണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണ, ആയിക്കോട്ടെ, പക്ഷെ ഏട്ടത്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സുധീഷ് ഏട്ടൻ വേണം ഏട്ടത്തിയെ നോക്കാൻ. സുധീഷ് ഏട്ടനിപ്പം ഏട്ടത്തിയെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ചിലവാക്കിപ്പിക്കുകയാണല്ലോ, നാണോ ഇല്ലേ? കാശിന്റെ കാര്യം വരുമ്പോൾ സുധീഷ് ഏട്ടൻ ഇങ്ങനെയാണല്ലോ. വിരൽ ചൂണ്ടി സുധീഷ് പറയണ, ഹരീഷ് നീ മിണ്ടരുത്, ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ മിണ്ടാതിരിക്കുക, ഇനി ഇത് വെച്ച് വഴക്കുണ്ടാക്കണ്ട. ഹരീഷിന്റെ വാന്ന് പറഞ്ഞ് നികേഷ് ഹരീഷിനെ കൂട്ടിക്കൊണ്ടു പോകാനായി ശ്രമിക്കുമ്പോൾ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഹരീഷ് പറയണ, വിടടാ, ഞാൻ സത്യ പറഞ്ഞത്, സുധീഷ് ഏട്ടൻ നാണോ ഇല്ലാതെ ഏട്ടത്തിയെ കൊണ്ട് ചിലവാക്കിപ്പിച്ചതല്ലേ. സുധീഷ് പറയണ, നിധി നമ്മുടെ വീടിന് വേണ്ടി അവകാശത്തോടുകൂടി ചിലവാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, അതാ നിധി കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. ഹരീഷ് പറയണ, ഏട്ടത്തിയല്ല, ആര് ഈ വീട്ടിലേക്ക് ചിലവാക്കിയാലും സുധീഷ് ഏട്ടന് സന്തോഷമാണല്ലോ, സുധീഷ് ഏട്ടന് കാശ് കൊടുക്കാതെ രക്ഷപ്പെടാലോ. അത്രയ്ക്ക് മോശപ്പെട്ടവനാ സുധീഷ് ഏട്ടൻ, നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ച് സുധീഷ് ഹരീഷിനെ തല്ലുമ്പോൾ ഹരീഷും സുധീഷിനെ തല്ലുകയാണ്. സുഭാഷും നികേഷും കൂടി അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നു. സുധീഷ് ഏട്ട വേണ്ടാന്ന് പറഞ്ഞ് നികേഷ് സുധീഷിനെ പിടിച്ചു മാറ്റുമ്പോൾ സുഭാഷ് ഹരീഷിനെയും പിടിച്ചു മാറ്റുകയാണ്. സുധീഷ് പറയുന്നു, ഇവൻ വലിയ ധാരാള പ്രഭു, വാരിക്കോരിയല്ലേ ചിലവാക്കുന്നത്, മെക്കാനിക് അല്ലേ നീ? അപ്പൊ ഹരീഷ് പറയണ, അതെ സുധീഷ് ഏട്ടാ, പക്ഷേ ഒരിക്കലും മറ്റുള്ളവരെ കൊണ്ട് ചിലവാക്കിപ്പിച്ച് നോക്കി നിൽക്കാറില്ല ഞാൻ. സുധീഷ് ഏട്ടൻ അങ്ങനാണോ? സുധീഷ് ഏട്ടന് വേണ്ട സോപ്പും ചീപ്പും ഷാമ്പു പോലും സുഭാഷ് ഏട്ടൻ വേണം വാങ്ങിത്തരാൻ. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കുന്നത് നീ കണ്ടായിരുന്നോ? കണ്ടു എന്ന് ഹരീഷ് പറയുമ്പോൾ എപ്പോഴാടാ കണ്ടെന്ന് ചോദിച്ച് ഷട്ടിൽ കുത്തിപ്പിടിക്കുകയാണ് സുധീഷ്. ഹരീഷും സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുന്നു. അവർ തമ്മിൽ തല്ലുമ്പോൾ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് നികേഷും സുഭാഷും. ഇത് കണ്ടുകൊണ്ട് എവിടേക്ക് വന്ന നിധി പറയുന്നു, നിർത്തുന്നുണ്ടോ? നിർത്താനല്ല പറഞ്ഞത്. അവർ നിധി പറയുന്നത് ശ്രദ്ധിക്കുന്നതേയില്ല. ചുറ്റും നോക്കി നിധി ദേഷ്യത്തോടുകൂടി അവിടെ ഇരിക്കുന്ന പാത്രത്തിലെ വെള്ളം എടുത്ത് അവരുടെ ദേഹത്തേക്ക് പിടിച്ച് പാത്രം വലിച്ചെറിയുകയാണ്. ഹരീഷും സുധീഷും ഞെട്ടി എഴുന്നേൽക്കുന്നു. സുഭാഷും നികേഷും ടെൻഷനോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കണം, എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ അങ്ങോട്ട് പോയിട്ട് 2 മിനിറ്റ് പോലും ആയി, അതിനുള്ളിൽ വഴക്കോ? വീണ്ടും പഴയതുപോലെ തുടങ്ങിയോ? ഇതെല്ലാം കണ്ടിട്ട് ഞാൻ മിണ്ടാതിരുന്നേക്കാം, അതേപോലെ വരാൻ പോകുന്ന പെണ്ണ് മിണ്ടാതിരിക്കണമെന്നില്ല. അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പെരുമാറിയാൽ നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുക? എന്തിനാ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? എന്താണെങ്കിലും വാഗോണ്ട് സംസാരിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളാണോ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കി തറയിലൂടെ ഉരുളാൻ? ഇനി ഈ വീട്ടിൽ ഇങ്ങനെ ഒരു വഴക്ക് കണ്ടാൽ എന്റെ സ്വഭാവം മാറും, അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് നിധി ദേഷ്യത്തോടുകൂടി റൂമിനകത്ത് കയറി വാതിലടക്കുകയാണ്. തുടർന്ന് രാവിലെ നിധി പറയുന്നു, ഇന്ന് സുഭാഷ് ഏട്ടന്റെ വിവാഹ നിശ്ചയം, ദയവ് ചെയ്ത് നിങ്ങൾ മുഖം വീർപ്പിച്ചോണ്ടിരിക്കരുത്. അപ്പൊ സുധീഷ് പറയണ, നിധി ഞാൻ നോർമലാ. അപ്പൊ ഹരീഷ് പറയണ, ഞാനും നോർമലായിട്ടതേ. നിശ്ചയത്തിന് അടുത്തുനിന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? അപ്പൊ സുധീഷ് പറയണ, അതൊന്നും വേണ്ട, അവര് വന്നെന്താ സുഭാഷ് ഏട്ടനെ അനുഗ്രഹിക്കോ? വേണമെങ്കിൽ നമുക്ക് നീതുവിനെ വിളിക്കാം. അപ്പൊ ഹരീഷ് പറയണ, അതൊന്നും വേണ്ട, അവള് വന്നിട്ട് എന്ത് ചെയ്യാനാ? സുധീഷ് ചോദിക്കുന്നു, എന്താ നീതിയുമായിട്ട് വഴക്കാണോ? അപ്പൊ നികേഷ് പറയണ, അതെ സുധീഷ് ഏട്ടാ, അതുകൊണ്ടാ ഇന്നലെ സുധീഷ് ഏട്ടനുമായി വഴക്കുണ്ടാക്കിയത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, ഇതിനാണോ നീ എന്നെ തല്ലിയത്? അപ്പൊ നിധി പറയുന്നു, സുധീഷ് പ്ലീസ് ഈ ടോപ്പിക്ക് വേണ്ട, ഒന്ന് നിർത്തുന്നുണ്ടോ പ്ലീസ്? നികേഷ് ചോദിക്കുന്നു, നിശ്ചയത്തിന് നമ്മൾ 5 പേര് മാത്രം പോയാൽ മതിയോ? നിധി പറയണ, നമ്മൾ 5 അല്ല 6 പേരുണ്ട്, നിങ്ങളുടെ അച്ഛനെ നിങ്ങളങ്ങ് വിട്ടുകളഞ്ഞോ? സുധീഷ് ചോദിക്കുന്നു, ഫംഗ്ഷന്
നമ്മൾ എന്തെങ്കിലും എടുത്തോണ്ട് പോണോ? അപ്പൊ നിധി പറയണേ എനിക്ക് അറിയില്ല, പെണ്ണിന്റെ വീട്ടിലല്ലേ നിശ്ചയം അറേഞ്ച് ചെയ്തിരിക്കുന്നേ, നമ്മൾ എന്ത് എടുത്തോണ്ട് പോനാ? നികേഷ് ചോദിക്കുന്നു വിവാഹ നിശ്ചയത്തിന് റിംഗ് ഒക്കെ ഇടിപ്പിക്കട്ടെ, അതൊക്കെ നമുക്ക് മേടിക്കണ്ടേ? അപ്പൊ നിധി പറയണ അത് ശരിയാണല്ലോ, റിംഗ് ഇടണമല്ലോ. സുഭാഷ് ഏട്ടനും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഹരീഷ് പറയണ സുഭാഷ് ഏട്ടനല്ലേ പെണ്ണിനോട് സംസാരിച്ച് എല്ലാം ഏർപ്പാടാക്കിയത്, സുഭാഷ് ഏട്ടൻ തന്നെ റിംഗും വാങ്ങിക്കാണും. സുഭാഷ് ഏട്ടനോട് തന്നെ ചോദിക്കാന്ന് പറഞ്ഞ നിധി സുഭാഷിനെ അവിടേക്ക് വിളിച്ച് നിശ്ചയത്തിന് മോതിരം മാറ്റണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയണ അത് അവര് തന്നെ മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ നിധി പറയണ അങ്ങനെയല്ലല്ലോ സുഭാഷ് ഏട്ടാ, അവര് സുഭാഷ് ഏട്ടനുള്ള റിംഗ് വാങ്ങും, പെണ്ണിനിടാനുള്ള റിംഗ് നമ്മളല്ലേ മേടിക്കണ്ടേ? അപ്പൊ സുഭാഷ് പറയണ അത് ജയന്തിയുടെ അച്ഛൻ ബ്രോക്കറോട് പറഞ്ഞായിരുന്നു, നമ്മള് രണ്ട് കുടുംബവുമായി പോയി റിംഗ് വാങ്ങാൻ സമയമില്ല, അവര് തന്നെ വാങ്ങി വെക്കാന്ന് പറഞ്ഞു, നമ്മൾ അതിനു വേണ്ടിയുള്ള പണം കൊടുത്താൽ മാത്രം മതിയെന്ന്. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ഹരീഷ് പറയണേ എനിക്ക് മനസ്സിലാകുന്നില്ല, രണ്ട് ഫാമിലിയും കൂടി ഒരുമിച്ച് പോയി മോതിരം വാങ്ങാനുള്ള സമയം പോലും ഇല്ലേ, ഇത്ര ധൃതി പിടിച്ച് നിശ്ചയം നടത്തുന്നത് എന്തിനാ? നികേഷ് പറയണേ എനിക്ക് ഈ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഭയം തോന്നുക. സുധീഷ് പറയണേ നീ എന്തിനാ പേടിക്കുന്നേ? ഏട്ടത്തി വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നല്ലോ, പുതിയതായിട്ട് വരുന്ന ആൾ അതില്ലാതാക്കുമെന്നൊരു പേടിയുണ്ട് എനിക്ക്. നിധി പറയുന്നോ അങ്ങനെയൊന്നും നടക്കില്ലടാ നികേഷ്, സുഭാഷ് ഏട്ടൻ ഈ കല്യാണക്കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്, സുഭാഷ് ഏട്ടനെ നമുക്ക് വിശ്വസിക്കാം, സുഭാഷ് ഏട്ടന് നല്ലതേ നടക്കും. സുധീഷ് പറയണ നിധി വൈകുന്നേരം നമുക്ക് 6 പേർക്ക് മാത്രം പോകാനുള്ള കാറ് പറഞ്ഞാ പോരെ, വെല്ലച്ചനെ കൂടി വിളിക്കാമോന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കേണ്ട അയാളെ എന്തിനാ വിളിക്കുന്നേ? ഹരീഷ് പറയണ അതെ, അയാള് വന്നാൽ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയും. അപ്പൊ നികേഷ് പറയണ നമ്മൾ വിളിച്ചാലും അയാള് വരില്ല, നമ്മളെ കുറിച്ച് മോശമായി സംസാരിക്കും. ഈ സമയം ഭാസ്കരൻ അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു അച്ഛാ ഇന്ന് വൈകുന്നേരമാണ് നിശ്ചയം, എവിടെയും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കണേ. ഭാസ്കരൻ ചോദിക്കുന്നു എന്താടാ, ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും ആ പെണ്ണിനെ തന്നെ നീ കല്യാണം കഴിക്കുകയുള്ളൂ? വിധി എന്ത് പറയാനാ, നിന്റെ തലയിലെടുത്ത് ഇതാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സുഭാഷ് പറയണ അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നാ മതി, ഞാൻ വരുന്നില്ല എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി ചോദിക്കണ അച്ഛൻ വരാതെ എങ്ങനെയാ? അപ്പൊ ഭാസ്കരൻ പറയണ നിനക്കിനി എന്താ വേണ്ടത്, ഞാനും കൂടി വരണം. വരാം. നിധി ചോദിക്കുന്നു അച്ഛന്റെ ചേട്ടനെ കൂടി വിളിക്കോ? അപ്പൊ ഭാസ്കരൻ ചോദിക്കണ അവൻ എന്തിനാ, അവനെ വിളിച്ചാൽ ഉടനെ വരുമോ? അറിയാത്തത് കൊണ്ട് ചോദിക്കുക, ഞങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതാണോ നിന്റെ ജോലി, എന്തിനാ നിധിയോട് ദേഷ്യപ്പെടുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ ഒന്നും മിണ്ടാതിരിക്കും സുധീഷ്, അച്ഛാ നമ്മള് ഫാമിലിയായിട്ട് പോയാൽ നന്നായിരുന്നേനെ, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ഭാസ്കരൻ പറയണ ഞാൻ തന്നെ വരണോ വേണ്ടയോ എന്ന് ആലോചിക്കുക, അപ്പോഴാ ഇനി എന്റെ ചേട്ടനെ കൂടി വിളിക്കേണ്ടേ. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് ചോദിക്കണേ എന്തിനാ നിധി ഇതൊക്കെ? അപ്പൊ നിധി പറയണ അതല്ല സുധീഷേ, വെല്ലിച്ചനും കൂടി വന്നിരുന്നെങ്കിൽ നന്നായേനെന്ന് തോന്നി, തറവാട്ടമ്പലം എവിടെയാണെന്ന് വെല്ലിച്ചനല്ലേ നമ്മളോട് പറഞ്ഞു, സുഭാഷിനെ കാണാനില്ലെന്ന് അറിഞ്ഞ ഉടനെ വെല്ലിച്ചൻ വന്ന് അന്വേഷിച്ചില്ലേ, ഇങ്ങനെ അവര് നമ്മളോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളും 1-2 സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കാലോ, നിശ്ചയത്തിന് നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ചെന്നാൽ നന്നായിരിക്കില്ലേ? സുധീഷ് പറയണ നിധി പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ വിളിച്ചാലുടനെ അവര് വരണ്ടേ? നിധി പറയണ ഞാൻ പോയി വിളിക്കാം, ഞാൻ ചെന്ന് വിളിച്ചാൽ വെല്ലിച്ചൻ എന്നെ ഒന്നും പറയില്ല. ഇത് കേട്ട് സുഭാഷ് പറയണ മോളെ നിധി നീ പോണ്ട, ഞാൻ തന്നെ പോയി ക്ഷണിക്കാം, നിന്നെ വഴക്ക് പറഞ്ഞാൽ വിഷമം വരും, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയണ വേണ്ട മോളെ ഞാൻ തന്നെ പോയി ക്ഷണിക്കാം. ഇത് കേട്ട് നികേഷ് പറയണ ഏട്ടത്തി സുഭാഷ് ഏട്ടൻ തന്നെ പോട്ടെ, സുഭാഷ് ഏട്ടനോട് വെല്ലിച്ചൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. നിധി പറയുന്നു ശരി സുഭാഷ് ഏട്ടൻ തന്നെ പോയി വിളിക്ക്. അപ്പൊ സുഭാഷ് പറയണ ശരി നിധി ഞാൻ തന്നെ പോയി വിളിക്കാം, ഇപ്പൊ തന്നെ പോകാന്ന് പറഞ്ഞ് സുഭാഷ് വെല്ലിച്ചനെ വിളിക്കാനായി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് ഗംഗാധരനും ലളിതയും സുനന്ദയും എല്ലാം സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ്. വീട്ടിൽ പറഞ്ഞിട്ടാണോ മോള് വന്നേന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ സുനന്ദ പറയണ ഞാൻ പിന്നെ പറയാതെ വരുമോ, അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹമാ, വീട്ടിലോട്ട് പോട്ടെ എന്ന് ചോദിച്ചോണ്ടേ പോയിക്കോ, കുറച്ചു ദിവസം എന്നിട്ട് വന്നാ മതിയെന്ന് പറഞ്ഞു. ഇത് കേട്ട് ലളിത പറയണേ എനിക്കും തോന്നി അശ്വിന്റെ അമ്മയ്ക്ക് ഇവളോട് നല്ല സ്നേഹമാണെന്ന്, ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാ ആ സുഭാഷിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഇവള്. ഈ സമയം വെല്ലേച്ചാന്ന് വിളിച്ച് സുഭാഷ് അവിടേക്ക് വരികയാണ്. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി സുനന്ദ അരികിലേക്ക് ഓടി ചെല്ലുമ്പോൾ ലളിത ചോദിക്കണ ഞാനെന്താ സുഭാഷ് എന്ന് ഉറക്കെയാണോ പറഞ്ഞത്? കൃത്യമായിട്ട് വന്നു നിൽക്കുന്നു. ഗംഗാധരൻ പറയണ അത് വിട്, ഇവൾ ഓടി ചെല്ലുന്നത് കണ്ടില്ലേ? അരികിലേക്ക് വന്ന ഗംഗാധരൻ ചോദിക്കുന്നു എന്താ സുഭാഷേ എന്താ കാര്യം? സുനന്ദ ചോദിക്കണ എന്താ നിങ്ങള് പുറത്ത് നിർത്തി സംസാരിക്കുകയാണോ? അകത്തേക്ക് വിളിക്ക് സുഭാഷിന്റെ, വാ അകത്തേക്ക് വാ. ലളിത പറയണ സംസാരിക്കട്ടെ, എന്താ സുഭാഷേ എന്തിനാ ഇപ്പം വീട്ടിലേക്കൊക്കെ വന്നേ? അതൊന്നുമില്ല, എന്റെ നിശ്ചയത്തിന് വിളിക്കാൻ വന്നതാണെന്ന് സുഭാഷ് പറയും. സന്തോഷത്തോടു കൂടി സുനന്ദ ചോദിക്കുന്നു സത്യമാണോ സുഭാഷ് ഏട്ടാ? വലിയ സന്തോഷം, പെണ്ണിന്റെ വീട് എവിടെയാ? സുഭാഷ് പറയുന്നു ഇവിടെ അടുത്താ, ഇന്ന് വൈകുന്നേരമാണ് നിശ്ചയം. ഇന്നൊന്ന് സുനന്ദ ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ അതെ സുനന്ദ, അതാ നിങ്ങളെ എല്ലാവരെയും നിശ്ചയത്തിന് ക്ഷണിക്കാൻ ഞാൻ വന്നത്. ഇത് കേട്ട് ലളിത പറയണ കേട്ടില്ലേ നിശ്ചയത്തിന് ക്ഷണിക്കാൻ വന്നതാണെന്ന്, ഇതിനെല്ലാത്തിനും കാരണം ചേട്ടനാ, തറവാട്ടമ്പലത്തിന്റെ അഡ്രസ് കൊടുത്തില്ലേ അതാ കാരണം, മനസ്സില് നമ്മളെല്ലാവരും ഒരു കുടുംബമായെന്നുള്ള ചിന്തയാ, ആ ധൈര്യത്തിലാ ഇത്ര അവകാശത്തോടു കൂടി വന്ന് വിളിക്കുന്നത്. സുനന്ദ ചോദിക്കുന്നു അമ്മ എന്തിനാ സുഭാഷേട്ടനെ വഴക്ക് പറയുന്നേ? സുഭാഷേട്ടൻ നമ്മളെ ക്ഷണിക്കാനല്ലേ വന്നത്, ഇവര് പറയുന്നതൊന്നും സുഭാഷേട്ടൻ കാര്യമാക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഉറപ്പായിട്ടും ഞാൻ നിശ്ചയത്തിന് വരും. സുനന്ദ എന്ന ലളിത വിളിക്കുമ്പോൾ സുനന്ദ പറയണ അമ്മയ്ക്ക് ഇനി എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഫോൺ ചെയ്ത് അശ്വിനോട് പോകട്ടെ എന്ന് ചോദിക്കും, അശ്വിൻ സമ്മതിക്കുകയും ചെയ്യും. ഞാൻ ഉറപ്പായിട്ടും സുഭാഷേട്ടന്റെ നിശ്ചയത്തിന് പോകും. അമ്മാവനും വരണം, അമ്മ എന്തെങ്കിലും പറയട്ടെ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ഗംഗാധരൻ ചോദിക്കുന്നു ഇന്നാണ് നിശ്ചയം, രാവിലെ വന്ന് വിളിക്കുന്നു,
ഇങ്ങനെയാണോ ക്ഷണിക്കേണ്ടത്? സുഭാഷ് പറയുന്നു, അയ്യോ അങ്ങനെയൊന്നും അല്ല വല്യച്ഛ, ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നടന്നതാ. പെണ്ണിന്റെ വീട്ടില് ഉടനെ നിശ്ചയം നടത്തണമെന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ടെടുത്ത തീരുമാനം ഇത്. ബന്ധുക്കളെന്ന് പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല. നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാകും. അതൊന്നും പറ്റില്ല സുഭാഷ് എന്ന് ഗംഗാധരൻ പറയുമ്പോൾ കണ്ണു നിറഞ്ഞ സുഭാഷ് പറയുന്നു, ശരി നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം. അതൊന്നും പറ്റില്ല എന്ന് ഗംഗാധരൻ പറയുകയാണ്. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, ശരി വല്യച്ഛ ഞാൻ ഇറങ്ങട്ടെ. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുനന്ദ പിന്നാലെ പോകാനായി തുടങ്ങുമ്പോൾ ലളിത ചോദിക്കുന്നു, എടി എവിടെയാടി പോകുന്നത്? കൈ തട്ടി മാറ്റി സുഭാഷ് ഏട്ടാ, ഒരു മിനിറ്റ്, ഇവര് വന്നില്ലെങ്കിൽ എന്താ? ഞാൻ ഉറപ്പായിട്ടും സുഭാഷ് ഏട്ടന്റെ നിശ്ചയത്തിന് വരും. ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. ലളിത ചോദിക്കണ, ഞാൻ കയ്യെ കയറി പിടിച്ച് തടഞ്ഞപ്പോൾ എന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഓടി പോകുന്നു, എന്താടി ഇത്? അപ്പൊ സുനന്ദ പറയണ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? സുഭാഷ് ഏട്ടൻ എന്ത് മര്യാദയ്ക്കാ വന്ന് നമ്മളെ ക്ഷണിച്ചത്? വരാൻ നോക്കാന്ന് പറയാം, പക്ഷെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? അന്ന് സുഭാഷ് ഏട്ടൻ എന്നെ നിങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം സുഭാഷ് ഏട്ടന്റെ വീട്ടിൽ ജീവിച്ചേനെ. അതെല്ലാം മറന്നോ? നിങ്ങളുടെ അപേക്ഷ കേട്ടാണ് സുഭാഷ് ഏട്ടൻ എന്നെ കുറിച്ച് പോലും ചിന്തിക്കാതെ നിങ്ങളുടെ ഭാഗത്ത് നിന്നത്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ സുഭാഷ് ഏട്ടനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എല്ലാവരും കൂടി പോയി നിശ്ചയം നടത്തിയാൽ സുഭാഷ് ഏട്ടൻ സന്തോഷിക്കില്ലേ? അതുപോലും ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾക്ക്? നോക്ക്, നിങ്ങൾ വന്നാലും ശരി വന്നില്ലേലും ശരി, ഞാൻ നിശ്ചയത്തിന് പോകും. അങ്ങനെ സുനന്ദ അകത്തേക്ക് പോകുമ്പോൾ ലളിത പറയണ, ഇവളെന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? അവൻ വന്ന് വിളിച്ചാൽ ഉടനെ നമ്മൾ പോയി നിൽക്കണോ? ഇന്ന് നിശ്ചയത്തിന് വിളിക്കും, നാളെ കല്യാണത്തിന് വിളിക്കും. കറക്റ്റ് ആയിട്ട് ഇവള് വരുന്ന സമയം നോക്കി അവൻ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ഗംഗാധരൻ പറയണ, അത് വിട് ലളിതേ, ശരിക്കും നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അവന്റെ നിശ്ചയമാണെന്ന് അറിഞ്ഞപ്പോൾ സുനന്ദ സന്തോഷിക്കുകയല്ലേ ചെയ്തത്? നമുക്ക് നോക്കാം. തുടർന്ന് ജയന്തിയുടെ നാട്ടിലേക്ക് വരികയാണ് സുധീഷും ഹരീഷും. വഴിയിൽ കണ്ട ഒരാളോട് ജയന്തിയുടെ വീടിനെ കുറിച്ചും വീട്ടിലുള്ളവരെ കുറിച്ചും ജയന്തിയെ കുറിച്ചും ഒക്കെ അന്വേഷിക്കുകയാണ് സുധീഷും ഹരീഷും. സുധീഷ് പറയുന്നു, ആ പെൺകുട്ടിയെ ഞങ്ങളുടെ ചേട്ടന് വേണ്ടി വിവാഹം ആലോചിച്ചിരിക്കുക, അതുകൊണ്ടാ ഞങ്ങൾ അന്വേഷിക്കാൻ വന്നത്. ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ എന്ന് അയാൾ പറയുമ്പോൾ ഹരീഷ് പറയണ, കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയെന്ന് പറയുന്നു. അതറിയില്ല എന്ന് അയാൾ പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, ആ വീട് എവിടെയാ? അപ്പോൾ അയാൾ പറയുന്നു, പ്രശ്നക്കാരോ കുടുംബം, എല്ലാവരുമായിട്ടും വഴക്കാം. ആ ഒരു കുടുംബം ഈ ഏരിയയിൽ നിന്ന് പോയാൽ എല്ലാരും സമാധാനത്തോടെ ജീവിച്ചേനെ. അടുത്തുള്ളവരോട് ആരോടും സംസാരിക്കാറില്ല. ഈ ജയന്തി വീടിനടുത്തുള്ള എല്ലാവരോടും വഴക്കിടും. ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് വഴക്കിട്ടു. അതാ ഇപ്പം ഡിവോഴ്സ് ആകാൻ പോകുന്നത്. ഭാഗ്യത്തിന് അന്വേഷിക്കാൻ വന്നത്. എന്നോട് ചോദിച്ചാൽ ചെന്ന് പെടണ്ടെന്ന് പറയും ഞാൻ. തുടർന്ന് സുധീഷും ഹരീഷും ഒരു ചേച്ചിയോട് ജയന്തിയുടെ വീടിനെ കുറിച്ച് ചോദിക്കുകയാണ്. അവർ പറയുന്നു, ആ കുടുംബമേ ശരിയല്ല, എന്താ ജോലിന്ന് പോലും അറിയില്ല. പെട്ടെന്ന് ചില റൗഡികൾ വരുന്നു പോകുന്നു, എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ആ വീട്ടിലെ പെണ്ണുങ്ങളെ ശരിയല്ല, അടുത്തുള്ള ആരോടും സംസാരിക്കാറില്ല. സംസാരിച്ചാൽ വഴക്കിനെ വരും. ആ അമ്മയും ജയന്തിയും മോശമായ രീതിയിലേ സംസാരിക്കും. ആ വീട്ടുകാരുടെ കാരണം ഇവിടെ എല്ലാവർക്കും പ്രശ്നമാണ്. തുടർന്ന് ജയന്തിയുടെ വീടിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ, ഇവരുടെ വീടിനെ കുറിച്ച് എല്ലാവരും മോശമായിട്ടാണല്ലോ പറയുന്നത്. അവരോടുള്ള അസൂയ കൊണ്ടാണോ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, പക്ഷെ എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ സുധീഷ് പറയണ, അങ്ങനെ നോക്കിയാൽ നമ്മുടെ വീടിനെ കുറിച്ച് അന്വേഷിച്ചാൽ നമ്മുടെ ഏരിയയിലുള്ള എല്ലാവരും മോശമായിട്ടല്ലേ പറയൂ? നമ്മൾ അങ്ങനെയാണോ? ഹരീഷ് പറയണ, അതുകൊണ്ട് ഇവര് നല്ലവരാണെന്ന് വിശ്വസിച്ച് നമുക്ക് സുഭാഷ് ഏട്ടനെ ട്രാപ്പിൽ പെടുത്താൻ പറ്റുമോ? സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇത്രയും നാള് കാത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ വേണോ സുഭാഷ് ഏട്ടൻ കെട്ടാൻ? ഒന്ന് ആലോചിച്ച് സുധീഷ് പറയണ, നമുക്ക് വീട്ടിലേക്ക് കയറി ചെന്ന് ചോദിച്ചാലോ? ഹരീഷ് ചോദിക്കണ, അകത്ത് ചെന്ന് എന്ത് ചോദിക്കും? നിങ്ങൾ നല്ലവരാണോ മോശക്കാരാണോന്നോ? സുധീഷ് പറയണ, അതും ശരിയാ. എടാ ഇന്നല്ലടാ വിവാഹ നിശ്ചയം, അതിന്റെ ഒരു ഒരുക്കവും ഇല്ലല്ലോ അവിടെ. ഹരീഷ് പറയണ, അത് ശരിയാണല്ലോ. സുധീഷ് പറയണ, ഒരലങ്കാരവും ഇല്ല, ആളുകൾ വരുന്നില്ല, അടുത്തുള്ളവർക്ക് നിശ്ചയം നടക്കാൻ പോകുന്ന കാര്യം പോലും അറിയില്ലെന്ന് തോന്നുന്നു. ഹരീഷ് പറയണ, അത് ശരിയാണല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. ശരി വാന്ന് പറഞ്ഞ് അടുത്തുള്ള വീട്ടിലേക്ക് ചെന്ന് ജയന്തിയുടെ വീടിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് സുധീഷ് ഹരീഷും. ഹരീഷ് ചോദിക്കുന്നു, ആ വീട്ടിലെ പെണ്ണിന്റെ നിശ്ചയമായിന്ന് നിങ്ങളെ വിളിച്ചില്ലേ? നിശ്ചയം വന്ന് ആ ചേച്ചി ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കണ, നിങ്ങള് തൊട്ടടുത്ത വീടല്ലേ, എന്നിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ? ആ ചേച്ചി പറയുന്നു, ആ വീട്ടുകാരുമായി ഞങ്ങൾ ശരിയാകില്ല, അവര് വന്ന് ക്ഷണിച്ചാലും ഞങ്ങൾ പോകില്ല. ശരിയെന്ന് പറഞ്ഞ് സുധീഷും ഹരീഷും വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്